ഹിസ്റ്ററിയിൽ നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത് ബുദ്ധിസത്തെക്കുറിച്ചാണ്. ബുദ്ധിസത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട പോയിൻ്റുകൾ ഓർത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം പ്രധാനപ്പെട്ട ചില പോയിൻ്റുകൾ ബുദ്ധിസവുമായിട്ട് ചോദിക്കുന്നത് എന്താണ് എന്നത് മാത്രം നമ്മളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഒന്ന്, ഗൗതമ ബുദ്ധൻ. അദ്ദേഹമാണ് ബുദ്ധിസത്തിൻ്റെ ഫൗണ്ടർ. ഇന്നത്തെ നേപ്പാളിലെ ലുംബിനി എന്ന് പറയുന്ന സ്ഥലത്ത് 563 BC, ക്രിസ്തുവിന് മുമ്പ് 563 ഗൗതമ ബുദ്ധൻ ജനിക്കുന്നത്. ദിസ് ഈസ് ദ പോയിൻ്റ് നമ്പർ 1. അദ്ദേഹത്തിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ബുദ്ധിസത്തിലുള്ള സിമ്പലാണ് ലോട്ടസും ബുള്ളും. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് സുധോധനൻ എന്നായിരുന്നു. ശ്രീബുദ്ധൻ്റെ അച്ഛൻ്റെ പേര്. അതുപോലെ അമ്മ മഹാമായ. കോസല ദിനസ്റ്റിയിൽപ്പെട്ട സ്ത്രീയായിരുന്നു ബുദ്ധൻ്റെ അമ്മ. ഗൗതമ ബുദ്ധൻ വിവാഹം ചെയ്തിരുന്നു. യശോധര എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്. രാഹുൽ എന്ന പേരായ ഒരു കുട്ടിയും അദ്ദേഹത്തിന് ഉണ്ടായി. 29ാമത്തെ വയസ്സിൽ അദ്ദേഹം കൊട്ടാരം വിട്ടിറങ്ങിയാണ് ചെയ്യുന്നത്. മഹാബിനിഷ്ക്രമണ എന്നാണ് ആ സംഭവത്തിന് ബുദ്ധിസത്തിൽ പറയുന്നത്. അതിൻ്റെ സിമ്പിളായിട്ടാണ് ഹോഴ്സ് ബുദ്ധമത അനുയായികൾ കാണുന്നത്. ബുദ്ധൻ ആദ്യമായിട്ട് ഒരു സെർമോൺ നടത്തിയത് സാരാനാഥ് എന്ന് പറയുന്ന സ്ഥലത്ത്. ഇതിനെ ധർമ്മചക്ര പ്രവർത്തന എന്നാണ് പറയുന്നത്. ഇതിൻ്റെ സിമ്പൽ വീലാണ്. വീൽ എന്ന സിമ്പൽ എന്ത്, ഹോഴ്സിൻ്റെ സിമ്പൽ എന്ത്, ലോട്ടസ് സിമ്പൽ എന്ത്, ബുൾ സിമ്പൽ എന്ത്, ഇതെല്ലാം ഓർത്തിരിക്കണം. അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരു അലാര കലാമ. ഈ പേര് നമ്മൾ പഠിച്ചു വയ്ക്കും. ബോധഗയ എന്ന സ്ഥലത്ത് വെച്ച്, അതായത് നിരഞ്ജന റിവറിൻ്റെ സൈഡിലുള്ള ബോധഗയ എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം നിർവ്വാണം പ്രാപിക്കുന്നത്, നിർവ്വാണ അറ്റൈൻ ചെയ്യുന്നത്. ഒരു ബോധിവൃക്ഷത്തിൻ്റെ അടിയിലിരുന്ന് തപസ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് നിർവ്വാണം ഉണ്ടാകുന്നത്. അങ്ങനെ നിർവ്വാണം ഉണ്ടായതിൻ്റെ സിമ്പലായിട്ട് സിമ്പൽ ബോധി ട്രീയാണ്. അപ്പോൾ ബുദ്ധമതത്തിലെ ബോധിവൃക്ഷം എന്തിൻ്റെ സിമ്പലാണ് എന്ന ചോദ്യത്തിന് ശ്രീബുദ്ധൻ്റെ നിർവ്വാണവുമായി അതിന് അവേദ്യമായ ബന്ധമുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. 483 BC അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കും. മഹാപരിനിർവാണ എന്ന ടേമാണ് ബുദ്ധിസത്തിൽ അദ്ദേഹത്തിൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് ഉള്ള പദം. അതിൻ്റെ സിമ്പലായിട്ട് സ്തൂപം. ബുദ്ധമതത്തിലെ ത്രിരത്നാസ് ആയി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട പില്ലറുകളുണ്ട്. ത്രിരത്നാസ് എന്നറിയപ്പെടുന്ന 3 പില്ലറുകൾ. ഒന്ന് ബുദ്ധൻ തന്നെയാണ് ഒന്നാമത്തെ പില്ലർ, അതാണ് ഹീസ് ദ ഫൗണ്ടർ. 2 ധർമ്മ. ധർമ്മ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ്, അദ്ദേഹം നമുക്ക് എന്തെല്ലാം പറഞ്ഞു തന്നു എന്നുള്ളതാണ് ധർമ്മ. 3ാമത്തത് സംഘ. സംഘ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ട് വരുന്ന മോങ്സും നൺസുമാണ്. സന്യാസികളും സന്യാസിനികളുമാണ് സംഘ എന്ന് പറയുന്ന 3ാമത്തെ ആ പില്ലർ. ഇങ്ങനെ 3 പില്ലറുകളാണ് ത്രിരത്നാസ് എന്ന് ബുദ്ധിസത്തിൽ അറിയപ്പെടുന്നത്. ബുദ്ധിസത്തിലെ ധാരാളം ലിറ്ററേച്ചറുകൾ ഉണ്ടെങ്കിലും ത്രിപീതകാസ് ആണ് ഇമ്പോർട്ടൻറ്റ്. 3 പ്രധാന. ഒന്നാമത്തത് വിനയപീതക. അത് ശരിക്കും ബുദ്ധസന്യാസിമാർ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഗൈഡ് ലൈൻസാണ്. 2ാമത്തത് സൂതപീതക എന്ന് പറയും. സൂതപീതക ശരിക്ക്
ഈ ബുദ്ധൻ നടത്തിയ പ്രഭാഷണങ്ങൾ, ടീച്ചിങ്സ്, സെർമോൺസ് എന്നൊക്കെ പറയും. ഇതിൻ്റെ എല്ലാം റെക്കോർഡിങ്സാണ് സൂത പീതക എന്ന് പറയുന്നത്. പിന്നെ അഭിധാമ പീതക. അഭിധാമ പീതക ബുദ്ധൻ്റെ ഫിലോസഫിയാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. ബുദ്ധമതം അല്ലെങ്കിൽ ശ്രീബുദ്ധൻ ഇവിടെ അവതരിപ്പിച്ച തത്വശാസ്ത്രം, ഇതാണ് പൂർണ്ണമായിട്ട് അഭിധാമ പീതകയിൽ പറയുന്നത്. അതുപോലെ ബുദ്ധൻ്റെ ടീച്ചിങ്സും അതിൽ. ബുദ്ധൻ്റെ മരണശേഷം ബുദ്ധമതം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. മഹായാന ആൻഡ് ഹിനായാന, ഇങ്ങനെ രണ്ട് ആയിട്ട് ബുദ്ധമതം വിഭജിക്കപ്പെട്ടു. ഈ പോയിൻ്റ് നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ പ്രധാനപ്പെട്ട ബുദ്ധിസ്റ്റ് കൗൺസിൽസ് എവിടെയൊക്കെയാണ് നടന്നത് എന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് നന്നായി. ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ 483 BC രാജഗൃഹ എന്ന സ്ഥലത്ത് നടക്കുന്നത്. അതിലെ അജാതശത്രു എന്ന രാജാവാണ് അതിൻ്റെ നടത്തിപ്പ് നടത്തിയത്. രണ്ടാമത്തേത് 383 BC കാലാശോക എന്ന രാജാവ് വൈശാലിയിൽ വെച്ച് രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തി. മൂന്നാമത്തേത് 250 BC, ക്രിസ്തു ജനിക്കുന്നതിന് 250 വർഷങ്ങൾക്ക് മുമ്പ് അശോകൻ പാടലീപുത്രം എന്ന് പറയുന്ന തൻ്റെ രാജ്യത്ത് വെച്ച് മൂന്നാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തി. ക്രിസ്തുവിന് ശേഷം 72 AD 72 കനിഷ്കൻ കുണ്ടവാൽന എന്ന് പറയുന്ന തൻ്റെ രാജ്യത്ത് വെച്ച് ആ സ്ഥലത്ത് വെച്ച് നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തുന്നത്.